ഡിസംബർ 31 ബുധനാഴ്ച, ക്രിസ്മസ് സീസണിലെ 7-ാം ദിവസം. യോഹന്നാൻ 1 മുതൽ 18 വരെ വാക്യങ്ങൾ. 7-ാം നൂറ്റാണ്ടിലെ ഒരു കവിയായ കേട്ട് മോൺ ലോകത്തിൻ്റെ അവസാന ദിവസത്തെക്കുറിച്ച് ഒരു കവിത എഴുതി. ആ ദിവസം ഭൂമിയിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിന്ന് ഒരു രക്തവർണ്ണത്തിലുള്ള ചുവപ്പ് വെളിച്ചം പ്രകാശിക്കുന്നു. ഈ വെളിച്ചത്തെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ കാര്യം, അത് ആളുകളെ അവർ പുറത്ത് കാണപ്പെടുന്നത് പോലെയല്ല, ഉള്ളിലുള്ളതുപോലെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. രാജാവിൻ്റെ വസ്ത്രങ്ങളിലൂടെ പ്രകാശിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ അവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. യാചകൻ്റെ കീറിയ തുണിക്കഷ്ണങ്ങളിലൂടെ അത് പ്രകാശിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ അവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. കേട്ട്മൻ്റെ കവിതയുടെ ഉദ്ദേശ്യം, ക്രിസ്തുവിൻ്റെ വെളിച്ചം എല്ലാ കാര്യങ്ങളെയും എല്ലാ ആളുകളെയും അവർ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന അവസാന ദിവസം നമുക്ക് എത്രത്തോളം സുഖം തോന്നും, അല്ലെങ്കിൽ സ്വസ്ഥത തോന്നും. വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ അയച്ച യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. വെളിച്ചം അത്ഭുതകരമായൊരു സമ്മാനമാണ്. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്നൊരു സമ്മാനം. നമുക്ക് സ്വയം ചോദിക്കാം, വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? ആ വെളിച്ചം സൂര്യൻ സൃഷ്ടിക്കുന്ന വെളിച്ചമോ, അല്ലെങ്കിൽ വിളക്കിൻ്റെ വെളിച്ചമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് ഫിക്സ്ചർ സൃഷ്ടിക്കുന്ന പ്രകാശമോ ആകാം. വെളിച്ചമില്ലാത്ത ഒരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. വെളിച്ചത്തിന് ലോകത്തിലെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പലർക്കും വെയിൽ നിറഞ്ഞ ദിവസങ്ങളിൽ ശുഭാപ്തി വിശ്വാസവും സന്തോഷവാനും ആയിരിക്കും എളുപ്പമാണ്. എന്നാൽ ദിവസങ്ങളോളം കാലാവസ്ഥ ഇരുണ്ടതും ആണെങ്കിൽ ശുഭാപ്തി വിശ്വാസികളായിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മേഘങ്ങളും ഇരുട്ടും നമ്മെ ഭയപ്പെടുത്തുന്നതായി തോന്നിയേക്കാം. എന്നാൽ എല്ലാ ദിവസവും ഓരോ നിമിഷവും വെളിച്ചമായ യേശു നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് നമ്മുടെ ആശ്വാസം. സങ്കടകരമെന്ന് പറയട്ടെ, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം എപ്പോഴും പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ സത്യം അതാണ്, യേശു ആകുന്ന വെളിച്ചം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. എല്ലാ വർഷവും വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ വഴിയിൽ വന്ന നല്ല സമയങ്ങളെയും നല്ല കാര്യങ്ങളെയും നന്ദിയോടെ ഓർക്കാനുള്ള അവസരമാണ് ഇന്ന്. അതേസമയം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങൾ നമ്മൾ മറക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതം നമ്മെ എവിടെ കൊണ്ടുപോയാലും, നമുക്ക് നേരിടേണ്ടി വരുന്ന അഭികാമ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവം നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം നടക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നും എല്ലാ ദിവസവും എല്ലാ വർഷവും നമുക്ക് നമ്മുടെ കണ്ണുകളും മനസ്സുകളും ഹൃദയങ്ങളും തുറന്ന് വെളിച്ചമായ യേശുവിനെ കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു വർഷ അവസാനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.